അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് മഹർഷി കശ്യപൻ സഹോദരിമാരായ വിനത, കദ്രു എന്നിവരെ വിവാഹം ചെയ്തു. അതിൽ കദ്രുവിന് അനേകായിരം സർപ്പങ്ങളെ മക്കളായി ലഭിച്ചപ്പോൾ വിനതയ്ക്ക് അരുണൻ, ഗരുഡൻ എന്നിവരെ മക്കളായി ലഭിച്ചു. 2 സഹോദരിമാരുടെ ചപലമായ ഒരു പന്തയം കാരണം വിനതയ്ക്ക് കദ്രുവിൻ്റെ അടിമയാകേണ്ടി വന്നു. ഇതറിഞ്ഞ ഗരുഡൻ തൻ്റെ മാതാവിനെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിറ്റമ്മയായ കദ്രുവിനോട് ചോദിച്ചു. ദേവലോകത്തിൽ നിന്നുമുള്ള അമൃത കലശം തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിന്റെ അമ്മയെ എൻ്റെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കാമെന്നവർ വെല്ലുവിളിച്ചു. എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ശപഥം ചെയ്ത ആ ഗരുഡൻ ദേവലോകം നോക്കി പറക്കുവാൻ തുടങ്ങി. യാത്രാമധ്യേ തൻ്റെ അച്ഛനായ കശ്യപ മഹർഷിയുടെ അനുഗ്രഹവും അദ്ദേഹം വാങ്ങി. ചിറകടിച്ച് പറന്ന് ഉയരുന്നതിൻ്റെ ഇടയിൽ തൻ്റെ വലിയ ചിറകു തട്ടി ഒരു മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് അത് വലിയ ആഘാതത്തിൽ ഭൂമിയിൽ പതിക്കുവാൻ പോയി. അപ്പോഴാണ് ഗരുഡൻ ശ്രദ്ധിച്ചത്, ആ ശാഖയിൽ അനേകായിരം മുനിമാർ തല കീഴായി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുകയായിരുന്നു. അവരെ രക്ഷിക്കുവാൻ വേണ്ടി ആ വലിയ കൊമ്പ് തൻ്റെ കൊക്കിൽ എടുത്ത് അവൻ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മുനിമാരുടെ തപസ് മുടക്കിയത് മൂലമുള്ള ശാപം അവൻ പേടിച്ചു. തൻ്റെ മകനു വേണ്ടി മഹർഷി മുനിമാരോട് മാപ്പപേക്ഷിച്ചു. ആ മുനിമാർ ഗരുഡന് മാപ്പ് നൽകുകയും അവനെ അനുഗ്രഹിക്കുകയും തങ്ങളുടെ തപസ് തുടരുവാനായി ഹിമാലയത്തിലേക്ക് യാത്രയായി.